Hi friends, it's me Albin and welcome to Albin's Hub. അപ്പം ഗൈസ്, ഇന്നലെ നമ്മുടെ രാജമൗലി എല്ലാം തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന രാജമൗലി ഡയറക്റ്റ് ചെയ്ത വാരണാസി സിനിമയുടെ ഒരു ചെറിയ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കന്ന് റിയാക്ഷൻ ചെയ്ത് നോക്കാം. നമ്മുടെ രാജമൗലി ഡയറക്റ്റ് ചെയ്ത എല്ലാ പടവും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രസൻറ്റിങ് മഹേഷ് ബാബു വാസ് രുദ്ര എന്ന് പറഞ്ഞിട്ട് വാരണാസിയിൽ രുദ്ര എന്ന കഥാപാത്രമായിട്ടാണ് നമ്മുടെ രാജമൗലിൻ്റെ എന്താ പറയുക മഹേഷ് ബാബു രാജമൗലിയുടെ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് ചേട്ടനുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു പോസ്റ്റർ ഒന്ന് ഏറിപ്പോയായിരുന്നു. നമുക്കെന്തായാലും ഇതിൽ കാണുമ്പോൾ അറിയാം ഏറിപ്പോകുമോ അതോ അല്ലാണ്ടിരിക്കുമോ എന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ട്രെയിലറിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുള്ളത്, വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടേതായ കമൻറ്റുകൾ പറയാനും അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നിങ്ങളുടെ ഓരോരോ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, വാരണാസി എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. From the director of Bahubali and Triple R. വാരണാസി. ഓ, അത് അടിപൊളിയായിട്ടുണ്ട്. ഭൂമിയിലോട്ട് വന്ന് വാവ്, റോസ് ഐസ്, വാവ്, വിഷ്വൽ എഫക്റ്റ്. എൻ്റെ അത് കൊള്ളാം. അതാ മോനെ, അയ്യോ അതായിരുന്നു. ഓ എന്താ കേട്ടോ. പണിയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെയിലർ കണ്ടു ഗൈസ്.
ശരിക്കും ഇത് ടൈറ്റിൽ കാണിക്കുന്ന കൂട്ടൊരു ഇത് മാത്രം, ഹീറോയിൻ്റെ ഒരു പോസ്റ്റർ പോലെ. ആക്ച്വലി എനിക്ക് തോന്നുന്നത് അറിയോ, മഹേഷ് ബാബുവിൻ്റെ എല്ലാ സിനിമയിലും വെച്ച് നോക്കുമ്പോൾ ഈ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വേറെ ലെവലായിട്ടുണ്ട്. ആക്ച്വലി നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടെന്ന് ഈ ലുക്കിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. കാരണം വെച്ചാൽ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകളായിക്കോട്ടെ അതിനകത്തൊക്കെ എപ്പോഴും ക്ലീൻ ഷേവ്, ഒരു ഹെയർ ഇതൊക്കെ ആയിട്ട് വരുന്ന നമ്മുടെ മഹേഷ് ബാബുവിനെ കാണുന്നെങ്കിൽ ഇതിനകത്ത് മുടിയൊക്കെ ഇത്തിരി നീട്ടി താടിയൊക്കെ വെച്ചുകൊണ്ട് വേറെ ഒരാളെപ്പോലെ തോന്നുന്ന രീതിയിലാണ് ഒരു മേക്ക് ഓവർ എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് ആയാലും എൻ്റെ മോനെ ഓരോ സീനിൽ നിന്ന് വേറെ സീനിലോട്ട് പോകുന്നതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അതിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലോ ആയിട്ട് പോകുന്ന ഇങ്ങനെ തോന്നിച്ച് അതായത് ഈ സിനിമേൻ്റെ എല്ലാ ഭാഗങ്ങളും എനിക്കൊന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടാന്ന് തോന്നും ഈ ഒരു ഇതിറക്കിയത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ആക്ച്വലി എന്തായാലും ഇത് തിയേറ്ററിൽ വരും പറയാം. ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് RRR ഇറങ്ങിയ സമയത്ത് നാട്ടിൽ നിന്ന് കാണണം എന്ന് വിചാരിച്ചിരുന്നത്, നാട്ടിൽ തിയേറ്ററിൽ നിന്നത് എനിക്കൊന്ന് ആ സമയത്ത് പടം വീണ്ടും മാറ്റി വെച്ച് ഞാൻ അവസാനം ഇവിടെ ഈ ബഹറിൽ വന്നതിന് ശേഷമാണ് ഞാൻ കണ്ടത്. സോ ഇതും ഇവിടുന്ന് കാണാൻ പറ്റുമായിരിക്കും വിചാരിക്കുന്നു. ഇതൊരു എനിക്കൊന്ന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സിനിമ പുള്ളി എടുക്കുന്ന രീതിയൊക്കെ ഒരു വേറെ ലെവലാണ്. ശരിക്കും രാജമൗലി എടുക്കുന്ന രീതിയൊക്കെ ഭയങ്കര നമുക്ക് ഫീലാവുന്നതും അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളി എടുത്തു വെക്കും. അതുകൊണ്ട് എല്ലാവർക്കും വളരെ പ്രതീക്ഷ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. അപ്പം പടം വരുമ്പോൾ അറിയാം. പക്ഷേ എൻ്റെ പൃഥ്വിരാജിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമവും, ഇല്ലെങ്കിൽ എന്താ പറയുക, പൃഥ്വിരാജേട്ടനൊക്കെ എയറിലൊക്കെ കയറ്റിയങ്ങ് വിട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇനിയിപ്പം അതിനകത്ത് നമ്മൾ പൃഥ്വിരാജേട്ടനെ കണ്ടില്ല. ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കാണുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ കണ്ടില്ല. നമ്മുടെ മഹേഷ് ബാബുവിനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പം ഇനി വരുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടാകുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സൊക്കെ വരുമ്പോൾ അറിയാം ഇനി എന്താകും എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പുതിയ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടത് എങ്ങനെയാണ് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.